ഹായ് ഓൾ, നിങ്ങൾ കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ കേരള പി എസ് സിയിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതായത് ലാസ്റ്റ് മന്തിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ ഇപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന ഒന്ന് രണ്ട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഡേറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമേ തന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജൂനിയർ കെമിസ്റ്റ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് മന്തിൽ വന്നിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതായത് 3/10/2024 നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ തന്നെ ഇത് പോയി അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഒരു MSc കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണെന്നുള്ള കാര്യം ഓർക്കുക. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്? മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞാൽ മൈനിങ് ആൻഡ് ജിയോളജിയാണ്. പോസ്റ്റ് ജൂനിയർ കെമിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ 51,400 മുതൽ 1,10,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ. വേക്കൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേക്കൻസി 2 ആണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുന്ന ഒരു ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾ നോക്കുക, വേക്കൻസി കുറവാണെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തൊന്നും ഇരിക്കില്ല. ഈ ഒരു കെമിസ്റ്റ് ബേസ് ചെയ്തുള്ള എക്സാമുകൾ, ജൂനിയർ കെമിസ്റ്റ് അല്ലെങ്കിൽ കെമിസ്റ്റ് എക്സാമുകൾ നിങ്ങൾക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് ഇതിൻ്റെ സിലബസ് എടുത്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള ഏതെങ്കിലും കെമിസ്റ്റ് എക്സാമുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ PG ഇൻ കെമിസ്ട്രി വരുന്ന എക്സാമുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് വേക്കൻസിയുടെ നമ്പർ ഒന്നും നോക്കാണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റ് എക്സാമുകൾക്കും അത് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്ക് പറയാനുള്ളത്. ഇതിൽ ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കുക, 18 to 41 ആണ്. 18 മുതൽ 41 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. പിന്നെ മറ്റുള്ള ഏജ് റിലാക്സേഷൻ OBC അതുപോലെ SC/ST പോലുള്ള കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷനും ഉണ്ട്. 3 to 5 years ആണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് MSc ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ അപ്ലൈഡ് കെമിസ്ട്രി അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രിയിൽ PG ഉള്ളവർക്ക്, ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ക്വാളിഫിക്കേഷൻ ഉള്ളതാണെങ്കിൽ മറന്നുപോലെ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് 3/10 കേട്ടോ. അപ്പോൾ അത് വിട്ടുപോകരുത്, അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തത് ഈ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്നതാണ്. അതായത് കെമിസ്റ്റ് കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അതായത് കൊയർ ഫെഡിലേക്ക് ഉള്ള ഒരു കെമിസ്റ്റ് വേക്കൻസിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇത് ലാസ്റ്റ് ഡേറ്റ് 30/10/2024 30/10/2024 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഈ പോസ്റ്റിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം. നെയിം ഓഫ് കൺസേൺ എന്താണ്? കൊയർ ഫെഡ് ആണ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്. അതുപോലെ നെയിം ഓഫ് പോസ്റ്റ് കെമിസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 21,100 മുതൽ 45,800 വരെ. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. വേക്കൻസീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കാതെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. അടുത്ത ഏജ് ലിമിറ്റ് 18 to 40, 18 മുതൽ 40 വയസ്സ് വരെയാണ് ഉള്ളത്. അതിന് ക്വാളിഫിക്കേഷൻ പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കെമിസ്ട്രിയിൽ PG ഉള്ളവർക്ക്, MSc കെമിസ്ട്രി ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 year എക്സ്പീരിയൻസ് ഇൻ കെമിക്കൽ അനാലിസിസ് ഇൻ എ റബ്ബറൈസ്ഡ് കൊയർ ഓർ റബ്ബർ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. റബ്ബറൈസ്ഡ് കൊയർ അല്ലെങ്കിൽ റബ്ബർ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു 5 year എക്സ്പീരിയൻസ് ഇവിടെ ചോദിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ക്വാളിഫിക്കേഷൻ PG മാത്രം പോരാ, ഈ ഒരു എക്സ്പീരിയൻസോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഒത്തിരി പേരൊന്നും ചിലപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജും ഉണ്ടാകും. അതുപോലെ തന്നെ അടുത്ത ഒരു കാറ്റഗറി പാർട്ട് 2, ഒരു നേരത്തെ ഞാൻ പറഞ്ഞൊരു ജനറൽ കാറ്റഗറി ആയിരുന്നു. അടുത്തത് പാർട്ട് 2 എന്ന് പറഞ്ഞാൽ സൊസൈറ്റി കാറ്റഗറിയാണ്. അതായത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെയിം ഓഫ് കൺസേൺ ഈ പറഞ്ഞൊരു കൊയർ ഫെഡ് തന്നെയാണ്. കെമിസ്റ്റ്, സെയിം പോസ്റ്റ്, സെയിം സാലറി സ്കെയിൽ. വേക്കൻസീസും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഇവിടെ തന്നിട്ടില്ല. ഇവിടെ ഏജ് ലിമിറ്റ് കുറച്ച് കൂടുതലാണ്, 18 to 50 years, 50 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത 3 year എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 3 year റെഗുലർ സർവീസ് ഇൻ എനി കേഡർ ഇൻ മെമ്പേഴ്സ് സൊസൈറ്റി അഫിലിയേറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കൊയർ ഫെഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും സൊസൈറ്റീസിൽ നിങ്ങൾക്ക് ഒരു 3 year എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു പോസ്റ്റിൽ 3 year എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അതുപോലെ തന്നെ PG വേണം. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് 5 year എക്സ്പീരിയൻസ് ഇൻ കെമിക്കൽ അനാലിസിസ് ഇൻ റബ്ബറൈസ്ഡ് കൊയർ ഓർ റബ്ബർ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ ഇതിൽ ഈ 3 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ മാനദണ്ഡമാണെന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക.
അപ്പം ഈ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് വേണ്ടി കെമിസ്റ്റ് പോസ്റ്റിന് വേണ്ടി ജൂനിയർ കെമിസ്റ്റ് അല്ലെങ്കിൽ കെമിസ്റ്റ് പോസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ എക്സാമ്പിൾ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിന് എല്ലാം കൂടെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പരീക്ഷകളുടെ എല്ലാം സിലബസ് ഒന്നാണോ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ 7-ാം തീയതി ഒക്ടോബർ മാസം 7-ാം തീയതി 8 മണിക്കാണ് നമ്മുടെ വെബിനാർ. ഇർഫാനമിസ് ആണ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ചോദിക്കാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഈ ജൂനിയർ കെമിസ്റ്റ് അല്ലെങ്കിൽ കെമിസ്റ്റ് പോലുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാമ്പിൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NS അക്കാഡമിയിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതായത് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും അങ്ങനെ എല്ലാം ഉൾപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മെൻറ്റർ ഉൾപ്പെടെയുള്ള ഒരു സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. ടോപ്പിക് ടെസ്റ്റ്, ക്ലാസ് ടെസ്റ്റുകൾ എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും നമ്മൾ ഈ ജൂനിയർ കെമിസ്റ്റ് അല്ലെങ്കിൽ കെമിസ്റ്റ് എക്സാമുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാസ് കൊടുക്കാം, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ നിന്നെല്ലാം ഈ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാമുകളിൽ നിന്നെല്ലാം ഫസ്റ്റ് റാങ്ക് മുതൽ ടോപ്പ് റാങ്കുകൾ 4th റാങ്ക് 9th റാങ്ക് വീണ്ടും ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് 11th റാങ്ക് ഉൾപ്പെടെയുള്ള ടോപ്പ് റാങ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സുകളെ പറ്റി കൂടുതൽ നിങ്ങൾ എൻക്വയറി നടത്തുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ കെമിസ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് 3/10 ലാസ്റ്റ് ഡേറ്റ്, അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.